ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ആലിയ കട്ട് കുർത്തിയുടെ കട്ടിങ് ആണ് കാണിക്കുന്നത്. സ്റ്റിച്ചിങ്ങും ഞാൻ പറയുന്നുണ്ട്. ഇതിനു മുമ്പേ ഞാൻ ആലിയ കട്ട് കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. ഇവിടെ ഞാൻ ക്രേപ്പിൻ്റെ ക്ലോത്ത് ആണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് തുണി മടക്കിയിട്ട് അളവുകളൊക്കെ മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആലിയ കട്ട് കുർത്തി സ്റ്റിച്ച് ചെയ്യാനായിട്ട് 3 മീറ്റർ ക്ലോത്ത് ആണ് ആവശ്യമായിട്ട് എനിക്ക് വന്നത്. ഇത് ഇതിൻ്റെ വീതി വശമാണ്, ഇത് നീളവശം. ഇനി നമുക്ക് തുണി എങ്ങനെയാണ് മടക്കിയിട്ട് അളവുകളൊക്കെ മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ നല്ല വശം മുകളിലാവുന്ന രീതിയിൽ തുണിയൊന്ന് വിടർത്തി ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വശമാണ്, നീളവശവും. ഇതിപ്പം വീതി വശത്തേക്ക് നമ്മൾ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി ഇട്ടിട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പൊ ഇവിടെ രണ്ടായിട്ട് മടക്കി ഇട്ടേക്കണം. ഇവിടെ മടക്ക് വശമാണ്, ഇവിടെ 2 പീസാണ് വരുന്നത്. ഇനി നമുക്കിതിനെ ഒന്നുകൂടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കറക്റ്റ് ഒരുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുവാണ്. നമുക്കിവിടെ കിട്ടേണ്ട വീതി എന്ന് പറയുന്നത് ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 നമ്മൾ കാണുക. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും വേണം. ആദ്യം മുകളിലൊന്ന് ലെവലാക്കി ഒന്ന് വരച്ചെടുക്കണം. ഇവിടെ ഞാൻ എടുക്കുന്ന ചെസ്റ്റ് റൗണ്ട് 32 ആണ്. അതിൻ്റെ കൂടെ അതിൻ്റെ 4 പറയുമ്പോൾ 8 വരും. അതിൻ്റെ കൂടെ എക്സ്ട്രാ 2 ഇഞ്ചും കൂടെ വരുന്നത് 10 ഇഞ്ച് വീതി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് യോക്ക് ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. 14 ഇഞ്ചാണ് യോക്ക് ലെങ്ത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് 15 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. 2 വശത്തും 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. മുകളിൽ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്നതിന് 1/2 ഇഞ്ചും താഴ്വശത്ത് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട പീസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് 1/2 ഇഞ്ച്, അതാണ് 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തത്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. മടക്ക് വശത്ത് നിന്ന് ഷോൾഡർ ഞാനിവിടെ 6 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് ആം ഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഷോൾഡർ എത്രയാണ് മാർക്ക് ചെയ്ത് അതേ 6 ഇഞ്ച് തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വീതി കറക്റ്റ് ഇവിടെ ഒന്നുകൂടെ 6 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് നമ്മളവിടെ ഒരു L ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിവിടെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 32 ആണ് ചെസ്റ്റ് റൗണ്ട്. അതിൻ്റെ 4/1 8, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് 8.5 ഇഞ്ച് നമ്മൾ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് 1 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഈ വീതിയാണ് നമുക്ക് തുണി ഇങ്ങനെ 4ആയിട്ട് മടക്കിയിടുമ്പോൾ കിട്ടേണ്ടത്. പിന്നീട് ആം ഹോൾ ലെങ്തിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നീട് നമ്മൾ ആ കോൺ ഷേപ്പിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. പിന്നെ ഈ ആം ഹോളിൻ്റെ പകുതിയും ആ കോൺ ഷേപ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്തതും ചെസ്റ്റ് റൗണ്ടിൻ്റെ ആദ്യം മാർക്ക് ചെയ്തതും വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ കർവ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ വേസ്റ്റ് റൗണ്ട് 28 ഇഞ്ചാണ്. അതിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 7 ഇഞ്ച്. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് 7.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. താഴ്വശത്ത് 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയിന്റുകൾ യോജിപ്പിച്ച് വരയ്ക്കാവുന്നതാണ്. നമ്മൾ ആദ്യം മാർക്ക് ചെയ്തതിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് എക്സ്ട്രാ തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്തതാണ് 1 ഇഞ്ച്. ഇനി നമുക്ക് സൈഡ് വശം തൂങ്ങി നിൽക്കാതിരിക്കാനായിട്ട് അവിടെ അറ്റത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലെങ്തിൻ്റെ വേസ്റ്റിൻ്റെ അവിടെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് കർവ് കൂട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വരച്ചു കൊടുക്കാനായിട്ട് 1/2 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് നമ്മൾ ആ 1/2 ഇഞ്ചിലൂടെ ഒന്ന് വരച്ചെടുക്കുവാണ്. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ബാക്ക് ആം ഹോളാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ബാക്ക് പീസ് മാറ്റി വെച്ച് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഞാനിവിടെ ബാക്ക് പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഫ്രണ്ട് പീസ് ഒരുപോലെ ഒന്ന് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ആ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഫ്രണ്ട് ആം ഹോള്. ഇനി നമുക്ക് ഫ്രണ്ടിൽ ഒരു കട്ടിങ് കൂടെ വരുന്നുണ്ട്. അതായത് ഈ മടക്ക് വശത്താണ് കട്ടിങ് വരുന്നത്. നമ്മളിവിടെ താഴ്വശത്ത് നിന്ന് ഒരു 3 ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. ആ 3 ഇഞ്ചിൽ നിന്ന് നമ്മൾ ചരിച്ച് ഒരു മാർക്ക് കൊടുക്കുവാണ്. ഈ നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് നമുക്കിതുപോലെ ചരിച്ച് ആ 3 ഇഞ്ചിൽ നിന്നും ചരിച്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം ആ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മളിവിടെ ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പീസാണ്, ഇത് ബാക്ക് പീസ്. ഇനി നമുക്ക് താഴേക്ക് വേണ്ടുന്ന പ്ലീറ്റ്സ് ഇട്ട ഭാഗം കട്ട് ചെയ്തെടുക്കാം. പ്ലീറ്റ്സ് ഇട്ടെടുക്കാനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. ബാലൻസ് ഉള്ള തുണി നമ്മൾ ഇതുപോലെ നിവർത്തിയിട്ടെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടെടുത്ത് നമുക്ക് കറക്റ്റ് അളവിലൊന്ന് ലെങ്തിൽ കട്ട് ചെയ്തെടുക്കുന്നതിനായിട്ടാണ് നമ്മളിവിടെ കറക്റ്റായിട്ടൊന്ന് മടക്കിയിട്ടെടുക്കുവാണ്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള പീസ് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് താഴേക്ക് പ്ലീറ്റ്സ് ഇട്ടെടുക്കാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ തുണി ഇവിടെ ഒരുപോലെ ഒന്ന് മടക്കിയിട്ടെടുക്കുവാണ്. ഇപ്പം നമ്മുടെ ടോട്ടൽ ലെങ്ത് വരുന്നത് 45 ഇഞ്ചാണ്. അതിൽ നിന്ന് നമ്മൾ യോക്കിൻ്റെ ലെങ്ത് 14 ഇഞ്ച്, ബോഡി പാർട്ടിൻ്റെ ലെങ്ത് 14 ഇഞ്ച് മൈനസ് ചെയ്യണം. നമുക്കന്നേരം 31 ഇഞ്ച് കിട്ടും. അതാണ് നമുക്ക് താഴേക്ക് വേണ്ടുന്ന ലെങ്ത്. അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ചും കൂടെ ചേർത്ത് 32 ഇഞ്ച് ലെങ്തിലുള്ള പീസാണ് നമുക്ക് വേണ്ടുന്നത്. ഞാനിവിടെ വീതി ഇത്ര എടുക്കുന്നുണ്ട്. നമ്മൾ പ്ലീറ്റ്സ് ഇട്ടെടുക്കും ഈ വീതിയെ. ഇനി നമുക്കിതിന് ഒന്നുകൂടെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് മടക്കി ലെവൽ ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഒരു ഏറ്റക്കുറച്ചിലുണ്ട്, അത് ഞാനൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി നമ്മളിവിടെ ഒരുപോലെ ഒന്ന് മടക്കിയിട്ടെടുക്കുകയാണ്. വീണ്ടും ഞാൻ ഒന്നുകൂടെ മടക്കിയിട്ടെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുന്ന എളുപ്പത്തിനായിട്ടാണ് ഇങ്ങനെ മടക്കിയിട്ടത്. ഇനി നമുക്കിവിടെ 32 ഇഞ്ചാണ് ലെങ്ത് വേണ്ടുന്നത് ഈ ക്ലോത്തിന്. ബാക്കിലേക്കാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. 32 ഇഞ്ച് മാർക്ക് ചെയ്ത് ഞാൻ അവിടെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഞാനിവിടെ ബാക്കിലേക്കുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബാക്കിലേക്കുള്ള പീസാണ്, പ്ലീറ്റ്സ് ഇട്ടെടുക്കാനുള്ള പീസാണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഫ്രണ്ടിലേക്കും കട്ട് ചെയ്യണം. പക്ഷെ ഫ്രണ്ടിൽ കുറച്ച് എക്സ്ട്രാ വേണം. നമ്മളിവിടെ ഫ്രണ്ട് പീസിൻ്റെ ലെങ്ത് ആണ് ഇനി നോക്കുന്നത്. നമുക്ക് ബാക്ക് പീസിന് 32 ഇഞ്ചാണ് വന്നത്. അത് ഇവിടെ 32 വേണം. പിന്നെ എക്സ്ട്രാ ആയിട്ടൊരു 3 ഇഞ്ചും കൂടെ വേണം. നമ്മളാണെങ്കിൽ ഫ്രണ്ട് പീസിൽ ബോഡി പാർട്ട് കട്ട് ചെയ്തപ്പോൾ 3 ഇഞ്ച് കുറച്ചാണ് കട്ട് ചെയ്തത്. അതുകൊണ്ട് ആ 3 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് നമ്മളിവിടെ 35 ഇഞ്ച് ലെങ്തിലുള്ള പീസാണ് ഫ്രണ്ടിലേക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മളിവിടെ 35 ഇഞ്ച് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അങ്ങനെ രണ്ട് സൈഡിലും 35 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 32 ഇഞ്ചാണ് ബാക്ക് പാർട്ടിൽ വന്നിട്ടുള്ള ലെങ്ത്. നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തപ്പോൾ ഫ്രണ്ടിലായിട്ട് 3 ഇഞ്ച് കുറച്ചാണ് നമ്മൾ കട്ട് ചെയ്തത് എൻഡിലേക്ക്. അതുകൊണ്ട് നമ്മളിവിടെ 3 ഇഞ്ച് എക്സ്ട്രാ ബാക്ക് പാർട്ടിനെക്കാട്ടിലും കൂട്ടിയാണ് ഫ്രണ്ട് പീസിലേക്ക് എടുത്തിരിക്കുന്നത്. 35 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിലൂടെ കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്കിതൊന്ന് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം ഇതിൽ ഒരു കട്ടിങ് കൂടെ കൊടുക്കാനുണ്ട്.
ഇവിടെ ഇപ്പം നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടേക്കുവാണ്. എൻ്റെ നേർക്ക് മടക്കുവശമാണ് വരുന്നത്. ഇവിടെ 2 പീസ് വരും. കറക്റ്റായിട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി നമ്മൾ ഈ ഓപ്പൺ വശത്തായിട്ട് 2 പീസ് വരുന്നിടത്തായിട്ട് 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും നമ്മുടെ മടക്ക് വശത്തേക്ക് നമ്മൾ ചരിച്ചൊരു ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കണം. ഇതുപോലെ ചരിച്ചൊന്ന് ഒരു സ്കെയിൽ കൊണ്ട് നമ്മുടെ മടക്ക് വശത്തേക്ക് ഒന്ന് ചരിച്ച് 3 ഇഞ്ച് നമ്മൾ കുറച്ച് സൈഡിലായിട്ട് മാർക്ക് ചെയ്ത് അവിടെ നിന്നും ചരിച്ചൊരു ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇനി മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മളിവിടെ ഫ്രണ്ടിലേക്ക് പ്ലീറ്റ്സ് ഇട്ടെടുക്കാനുള്ള പീസും കട്ട് ചെയ്തു. ബാക്കിലേക്കുള്ള പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ബാക്ക് പീസ്, ബോഡി പാർട്ടിന്റെ ബാക്ക് പീസ് ഒന്ന് നിവർത്തി ഇട്ടെടുക്കുവാണ്. ഇത് ബാക്ക് പീസാണ്. നമ്മളിവിടെ ഇതൊന്ന് നിവർത്തി ഇട്ടതിന് ശേഷം ഇതിന്റെ ആം റൗണ്ട് ഒന്ന് അളന്ന് നോക്കുവാണ്. ഇത് ബാക്ക് പീസാണ്. ഇനി നമുക്ക് ആം റൗണ്ട് ഒന്ന് അളന്ന് നോക്കാം. ആദ്യം ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് അത് വിട്ടതിന് ശേഷം നമ്മൾ ബാലൻസ് ഇങ്ങനെ 1/4 ഇഞ്ച് ഉള്ളിലേക്ക് നീക്കി ഇതുപോലെ ഒന്ന് ചുറ്റിനും അളന്നെടുക്കണം. ഇവിടെ എനിക്ക് 9 ഇഞ്ചാണ് കിട്ടിയത്. നമ്മൾ 1-2 പ്രാവശ്യം ഒന്ന് അളന്ന് നോക്കണം. സ്ലീവ് കട്ടിങ്ങിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് സ്ലീവിനായിട്ടുള്ള തുണി മടക്കിയിട്ടെടുക്കാം. നമ്മൾ ആം റൗണ്ട് അളന്നെടുത്തായിരുന്നു, 9 ഇഞ്ചാണ്. അത് ഓർത്ത് വെച്ചേക്കണം. അത് വെച്ചാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ തുണി ഒന്ന് നിവർത്തി ഇട്ടിട്ടുണ്ട്. പിന്നീട് അതിനെ 2ആയിട്ടൊന്ന് മടക്കിയിട്ടു. ഒരുപോലെ 2ആയിട്ടൊന്ന് മടക്കിയിട്ടെടുക്കുവാണ്. നമ്മളിപ്പോൾ ഇവിടെ തുണി 2ആയിട്ട് മടക്കി ഇട്ടേക്കുവാണ്. ഇവിടെ 2 പീസ് വരുന്നുണ്ട്. ഇവിടെ മടക്കുവശമാണ്. നമ്മൾ കൈകൊണ്ട് ചുളുവെല്ലാം ഒന്ന് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്ത് ഇനി വീണ്ടും നമ്മൾ ഈ മടക്കുവശത്തിന് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് തുണിക്ക് കിട്ടേണ്ട വീതി എന്ന് പറയുന്നത് 4ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിടുമ്പോൾ നമുക്ക് തുണിക്ക് കിട്ടേണ്ട വീതി എന്ന് പറയുന്നത് നമ്മൾ ആം റൗണ്ട് അളന്നെടുത്തല്ലോ. ഞാനിപ്പോൾ ഇവിടെ ആം റൗണ്ട് അളന്നെടുത്തത് 9 ഇഞ്ചാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ആം റൗണ്ട് അളന്ന് നോക്കുക. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് ഉള്ള വീതി നമുക്കിവിടെ തുണി ഇങ്ങനെ 4ആയിട്ട് മടക്കിയിടുമ്പോൾ ഉണ്ടാകണം. ഇവിടെ ഇപ്പം ഒരു ഫോൾഡും 2 ഓപ്പൺ പീസുമാണ്. എൻ്റെ നേർക്ക് ഫോൾഡ് വശമാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം സ്ലീവിന് വേണ്ടുന്ന ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഞാനിവിടെ ഒരു 22 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. 2 സൈഡിലും ഞാനിവിടെ ഫുൾ സ്ലീവ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. 22 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം അത് ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ്. ഇവിടെ സ്ലീവിനുള്ള തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഇതെങ്ങനെയാണ് മടക്കിയിടേണ്ടതെന്ന് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെ ഞാനിപ്പോൾ തുണി ഒന്ന് നിവർത്തി ഇട്ടെടുത്തിട്ടുണ്ട്. അതിനെ ആദ്യം നമ്മൾ ഇതുപോലെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് അതിന് വീണ്ടും ഇവിടെ 2 പീസാണ് വരുന്നത്. എൻ്റെ നേർക്ക് ഫോൾഡ് വശമാണ് വരുന്നത്. ഇനി നമ്മൾ ഈ ഫോൾഡിനെ ഒന്നുകൂടി ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2 സ്ലീവിനുള്ള തുണി ഇപ്പോൾ ഇവിടെ മടക്കിയിട്ടെടുത്തേക്കുവാണ്.
എനിക്ക് ആവശ്യമുള്ള ലെങ്ത് ഞാനിപ്പം കട്ട് ചെയ്തെടുത്തേക്കുവാണ്. ഇനി നമ്മളിവിടെ എല്ലാം ഒപ്പത്തിനാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ആം റൗണ്ട് 9 ഇഞ്ചായിരുന്നു. നമ്മളിവിടെ സ്ലീവിന് ലെങ്ത് എടുത്തേക്കുന്നത് 23.5 ഇഞ്ചാണ്. ഞാൻ 22 ഇഞ്ച് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് 23.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. നമ്മൾ 9 ഇഞ്ചാണ്, അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 8 ഇഞ്ച് വീതി നമുക്കിവിടെ ഉണ്ടായിരിക്കണം. എനിക്കിവിടെ ഇപ്പോൾ 8 ഇഞ്ച് വീതിയിൽ കൂടുതലുണ്ട്. ഞാനിവിടെ ഇപ്പോൾ 8 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ആ ഓപ്പൺ സൈഡിൻ്റെ അവിടെ നിന്ന് നമ്മളൊരു 3.5 ഇഞ്ച് നീക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. 3.5 ഇഞ്ച് നീക്കി നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് അവിടെ നമ്മൾ ആ 3.5 ഇഞ്ചിൻ്റെ അവിടെ കറക്റ്റ് 8 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നീട് ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നിന്നും നമ്മൾ ആ മടക്ക് വശത്തേക്ക് സ്ലീവ് ലെങ്ത് വരുന്ന അവിടേക്ക് നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചരിച്ചൊരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബോഡി പാർട്ടിലെല്ലാം ലെങ്ത് തയ്യൽ തുമ്പ് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നീട് ബാലൻസ് എത്രയുണ്ടെന്ന് നോക്കുക. 8 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് നമ്മളിവിടെ 1/4 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് കുഴിച്ചു വരച്ച് പിന്നീട് പകുതി മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും 1/4 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ് ലെങ്ത് 5 ഇഞ്ച് ഉള്ളപ്പോൾ ഉള്ള റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. 7 ഇഞ്ച്. പിന്നീട് സ്ലീവ് ലെങ്ത് ഒരു 12 ഇഞ്ചൊക്കെ ഉള്ളപ്പോഴുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ സ്ലീവിൻ്റെ ഓരോ ലെങ്തും ഇങ്ങനെ അളന്ന് നോക്കിയതിന് ശേഷം മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. താഴെ ഞാനൊരു 5 ഇഞ്ചും പിന്നെ തയ്യൽ തുമ്പ് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇനി നമ്മൾ ആ മാർക്ക് ചെയ്തതിലൂടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യം സ്ലീവ് ഒന്ന് വെളിയിലേക്ക് ഒരു 1/4 ഇഞ്ച് കുഴിച്ചതിന് ശേഷം പിന്നീട് 1/4 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് പിന്നീട് നമ്മൾ തയ്യൽ തുമ്പിലേക്ക് കൊണ്ടുവന്ന് യോജിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സ്ലീവിൻ്റെ മാത്രമായിട്ടുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. അങ്ങനെ ഞാനിവിടെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് സ്ലീവിൻ്റെ ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് സ്ലീവ് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ രണ്ട് സ്ലീവ് ഒന്ന് നിവർത്തി ഇട്ടേക്കുവാണ്. നല്ല വശം ചേർത്താണ് ഇട്ടേക്കുന്നത്. ഇനി നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒരു 1 ഇഞ്ച് വിട്ട് ഇങ്ങനെ ഒന്ന് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ചൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്ത് അറിയാനായിട്ട് സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്തൊരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് മാർക്ക് ചെയ്തെടുക്കണം ഒരു തുണിയിലേക്ക്. അതിനായിട്ട് ഞാനിവിടെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചതുരത്തിലുള്ള. അതിനെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടേക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്തും എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒപ്പത്തിനൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് ലെങ്ത് ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നെക്ക് വിഡ്ത്ത് വീണ്ടും ഒന്നുകൂടെ 2.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത് അവിടെ ഒരു ബോക്സ് കൂട്ട് വരച്ചെടുക്കുവാണ്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് അവിടെ നിന്നും നമ്മളൊരു ചരിച്ചൊരു ലൈൻ ഇതുപോലെ വി ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്തതിൻ്റെ പകുതി ഒന്ന് ഒരു പോയിന്റ് ഇട്ടെടുക്കുവാണ്. അവിടെ നിന്ന് നമ്മളൊരു 1/2 ഇഞ്ച് വെളിയിലേക്കൊന്ന് മാർക്ക് ചെയ്ത് ഒന്ന് ആ വി ഷേപ്പിനെ നമ്മളൊന്ന് കർവ് ചെയ്തൊന്ന് ഒരു കർവ് വി ആക്കി എടുക്കുവാണ്. ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഒരു സൈഡിലാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് അപ്പുറത്തേക്കും കൂടെ കിട്ടാനായിട്ട് നമ്മളിത്
ഒന്ന് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണ്. ചോക്കിൻ്റെ പാട് അപ്പുറത്തെ സൈഡിലേക്കും കിട്ടാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അങ്ങനെ നമ്മളിപ്പം മാർക്ക് ചെയ്ത ചോക്കിൻ്റെ പാട് അപ്പുറത്തേക്കും തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടെ ഒന്ന് വരച്ച് എടുക്കുവാണ്. ഇനി നമ്മൾ ഒരു 2 ഇഞ്ച് നിർത്തിയതിന് ശേഷം ബാലൻസ് ഉള്ള പീസ് നമ്മൾ 2 വശത്തു നിന്നും കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി നമുക്കിതിൻ്റെ 3 സൈഡും ഒന്ന് ആദ്യം 1/4 ഇഞ്ച് വീതിയിലൊന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കി ഇങ്ങനെ 3 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഞാനിവിടെ 3 സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസിനെ ഫ്രണ്ട് പീസിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രണ്ട് പീസ് നമ്മളൊന്ന് നിവർത്തിയിട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല വശത്തേക്കാണ് നമ്മൾ ഈ പീസ് വെച്ച് കൊടുക്കുന്നത്. ഇത് ഫ്രണ്ട് പീസാണ്. ഇതിൻ്റെ നല്ല വശം നമ്മൾ മുകളിലാവുന്ന രീതിയിലൊന്ന് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ വരച്ച നെക്ക് നമ്മളിവിടെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് ബോഡി പാർട്ടിൽ. അതുപോലെ തന്നെ ഇതിലും സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ പിൻ ചെയ്തതിന് ശേഷം ഇത് ആ വരച്ചതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ സ്റ്റിച്ചിന് ചുറ്റും 1/4 ഇഞ്ച് നിർത്തി ബാലൻസ് ഉള്ള പീസ് കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി നമുക്കിവിടെ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. നെക്ക് നന്നായി തിരിഞ്ഞു കിട്ടുന്നതിനായിട്ടാണ് നമ്മൾ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുവാണ്. സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം നമ്മൾ കട്ടിങ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് നല്ല വശത്തേക്ക് തിരിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നല്ല വശത്തേക്ക് തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പീസിനെ അതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ആ പീസിൻ്റെ മുകളിലേക്ക് തയ്യൽത്തുമ്പ് വരുന്ന രീതിയിൽ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ പീസിനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ നെക്കിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പീസിലേക്കുള്ള ഇതുപോലെ തന്നെ ബാക്കും നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നീട് ഫ്രണ്ട് പീസിലുള്ള പ്ലീറ്റ്സ് എടുക്കാനുള്ള പീസ് നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് നമ്മുടെ ആ വേസ്റ്റ് റൗണ്ടിൻ്റെ അളവിലാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ ഫ്രണ്ട് പീസ് നമ്മളിവിടെ പ്ലീറ്റ്സ് എല്ലാം ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലേസ് നെക്കിൻ്റെ ഭാഗത്തൊന്ന് വെച്ച് കൊടുക്കണം. ഞാൻ ഈ ലേസ് ഓൺലൈനിൽ വാങ്ങിയതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. 9 മീറ്ററോളം കിട്ടുന്നതാണ്. മിററും എല്ലാം കൂടെ ചേർന്ന് സിൽവർ കളറിലുള്ള ഒരു ലേസാണ്. നമ്മൾ ആദ്യം ഈ നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുവാണ്. കറക്റ്റ് ആ വി ഷേപ്പിന് നമ്മൾ ഇതുപോലെ നെക്കിൻ്റെ അവിടെ നിന്നും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ കറക്റ്റ് അളവിലുള്ള ലേസ് 2 സൈഡിലേക്കുള്ളതൊന്ന് അളന്ന് കട്ട് ചെയ്തെടുക്കണം. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തൊന്ന് നോക്കി. അങ്ങനെ ഞാനിവിടെ കറക്റ്റ് അളവിലുള്ള 2 വി ഷേപ്പിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാനുള്ള ലേസ് കറക്റ്റ് അളവിലുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരുമിച്ച് വെച്ചാണ് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ.